ഓൺലൈനിലൂടെയുള്ള പശു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിക്ക് 1 ലക്ഷം രൂപ നഷ്ടമായി. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മട്ടന്നൂർ കുമ്മാനം സ്വദേശി റഫീഖ യൂട്യൂബിലൂടെയാണ് പശുവിനെ വിൽക്കാനുള്ള പരസ്യം കണ്ടത്. भाई साहब मैं तो ये बात कहने लग रहा हूँ, कोई भी पशु लो, अगर आप दूध पीने खातर पशु लो तो उसके लिए एक दिन का टाइम भी निकाल सकते हैं भाई, निकाल सकते हैं। हाँ मैं तो यह बात कहूँ, अपना हाथ तो लो, उससे पर विश्वास करो, दुनिया पर कोई विश्वास ना करो। जी जी। चाहे मैं हूँ और चाहे कोई और हो। तो ये का भी नाम नहीं लूंगा। ये इनका जो कटु अनुभव है वो വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടു. രാജസ്ഥാനിലെ സംഘമാണ് കച്ചവടത്തിന്റെ മറുവശത്ത്. 10 പശുക്കളും 2 എരുമയുമടക്കം 5.6 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. എല്ലാം വാട്സാപ്പിലൂടെ. 12-ാം തീയതി യൂട്യൂബിൽ കണ്ടു. നമ്മൾ 17-ാം തീയതിയിലും എല്ലാം ഉറപ്പിച്ച് പൈസ അയച്ചു. 1 ലക്ഷം രൂപ അഡ്വാൻസ് അയച്ചു. ആ ഫോണിൽ സംസാരിച്ചു, പൈസ അയച്ചു. വാട്സാപ്പിൽ പശുവിനും കാണിച്ചു തന്നു, എരുമിനെ കാണിച്ചു തന്നു, കയറ്റി വിടാമെന്നും പറഞ്ഞു. അതാണ് കണ്ടീഷൻ. 10 പശു 2 എരുമ 560. 1 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയി ആവശ്യപ്പെട്ടത്. ബിൽ അയച്ചു തന്നതോടെ റഫീഖ അഡ്വാൻസ് തുക നൽകി. എന്നാൽ ഏറെ വൈകാതെ ഇത് തട്ടിപ്പാണെന്ന റഫീഖിന് ബോധ്യമായി. തട്ടിപ്പാണ്. GPS കട്ടായി എന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് 70,000 രൂപ അടക്കണം തന്നെ. അപ്പം എനിക്ക് തട്ടിപ്പാന്ന് തോന്നി. ആ അപ്പം ഞാൻ പറഞ്ഞില്ല, പശു എനിക്ക് ഡെലിവറി തന്നാൽ മാത്രമേ പൈസ തരൂ, അതിനെപ്പറ്റി നിങ്ങൾ ഒന്നും ചെയ്ത് നിങ്ങൾ എങ്ങനെയാലും സാധനം എടുത്തിച്ച് കൊടുത്തുള്ളൂ. എന്നാൽ കാശ് തരും, അല്ലെങ്കിൽ കാശ് തരില്ല. അതിന് ശേഷം അവർ നല്ല സൗണ്ടിൽ വർത്തമാനം പറഞ്ഞു. പിന്നെ വേറൊരു ഫോൺ അതേ യൂട്യൂബിൽ തന്നെ, യൂട്യൂബ് ഇങ്ങനെ മറിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതേ യൂട്യൂബിൽ നമ്പർ വേറെ ആളതന്നെ. വേറെ ആളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചേക്കുമ്പോൾ കൊച്ചിയിൽ നിന്നെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. ഇത് നോക്കുമ്പോൾ ഇതേപോലെ സംഭവം, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതന്നെ സെയിം. കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമാണുള്ളത്.